ബലത്തിലെ പുരാതന പൈതൃക സംരക്ഷണ പദ്ധതിയിൽ 233 കെട്ടിടങ്ങൾ ബലപ്പെടുത്തിയതായി ഹിസ്റ്റോറിക് ജിദ്ദ അതോറിറ്റി. 58 കെട്ടിടങ്ങൾ പൂർണ്ണമായും പുനർനിർമ്മിച്ചതായും സൗദി അതോറിറ്റി അറിയിച്ചു. ഇതിനകത്തെ ഖലീഫമാരുടെ കാലത്തെ ചരിത്ര പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്ന പദ്ധതിയും തുടരുകയാണ്. സൗദിയിലെ ഹിസ്റ്റോറിക് ജിദ്ദ പദ്ധതി ടൂറിസം ലക്ഷ്യം വെച്ചുള്ള സുപ്രധാന പദ്ധതിയാണ്. 233 കെട്ടിടങ്ങളാണ് ബലദിൽ ഇതിന്റെ ഭാഗമായി സംരക്ഷിക്കുന്നത്. 58 കെട്ടിടങ്ങൾ ഇതിൽ പൂർണ്ണമായും നവീകരിച്ചു. 35 തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. പ്രദേശത്ത് നടത്തിയ പുരാവസ്തു പരിശോധനയിൽ 25,000-ലധികം പുരാവസ്തുക്കളുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 4 ഭാഗങ്ങളിലാണ് ഇവ കണ്ടെത്തിയത്. പ്രാചീന ഇസ്ലാമിക കാലഘട്ടത്തിലെ വസ്തുക്കളാണ് ഇത്. 7-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ് വീണ്ടെടുക്കുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണ്. അൽനദ മാർക്കറ്റ്, ഗോൾഡ് സ്ട്രീറ്റ് എന്നിവ പുതുക്കി നിർമ്മിച്ചതും പദ്ധതിയുടെ പ്രധാന സവിശേഷതയാണ്. അൽ-അർബഈൻ തടാകവും പുനഃസ്ഥാപിക്കും. ബലദിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി 937 സുരക്ഷാ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. 2021 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആരംഭിച്ചതാണ് ഹിസ്റ്റോറിക് ജിദ്ദ പദ്ധതി. ജിദ്ദയെ ആഗോള പൈതൃക കേന്ദ്രമായി മാറ്റുന്നതാണ് ഈ പദ്ധതി. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.